ഹലോ, ഇവിടെ ലുലുവിൽ മാംഗോ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തേ. ഞാനാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം, കുറച്ച് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ അടുത്തുള്ള ധനമള്ളിൽ പോയി നല്ല രസത്തിൽ അറേഞ്ച് ചെയ്തിരുന്നു. കുഞ്ഞു കുഞ്ഞു ഹട്ടൊക്കെ ആക്കി, പിന്നെ ലോറീൻ്റെ ഉള്ളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും വന്നല്ല 2-3 വാങ്ങിക്കാം, മീൻസ് ട്രൈ ചെയ്യാം. മീൻസ് ഈ സീസണിൽ വാങ്ങിച്ചില്ലെങ്കിൽ ടേസ്റ്റിലും കിട്ടൂല, ഇനി കിട്ടുമോയെന്നും അറിയില്ല. പിന്നെ ഇപ്രാവശ്യം കഴിച്ചിട്ടേ ഇല്ല മാമ്പഴം. അപ്പം എന്തായാലും മാമ്പഴം വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ കൺഫ്യൂഷൻ, ഏത് വാങ്ങിക്കണം? കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മീൻസ് കേൾക്കാത്തതും കേട്ടതായിട്ടൊക്കെ ഉള്ളത് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് വാങ്ങിക്കണം വിചാരിച്ച് കുറേ കളറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞും ഗ്രീനും റെഡും അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ നമ്മുടെ മാമ്പഴം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടൊക്കെ നിൽക്കണ്. അങ്ങനെ അങ്ങനെ നോക്കി ഒരു 2-3 വെറൈറ്റീസിന് 1-2 വെച്ചെടുത്തു. ഏതാ നല്ലതെന്ന് അറിയില്ല. നമ്മൾ ഈ കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ചിലത് നമ്മൾ പുറമേ നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മധുരം ഉണ്ടാവില്ല, ചിലത് പുളിയായിരിക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ലക്ക് നോക്കണ്ട വിചാരിച്ച് ഒരു 2-3 വെറൈറ്റി സ്മെല്ല് നോക്കിയെടുത്തു. കൊള്ളായിരുന്നു കേട്ടോ, ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മാമ്പഴം വാങ്ങിച്ചിങ്ങനെ നടന്നപ്പോൾ മാങ്ങേൻ്റെ വേറെ സെക്ഷൻസ്, അതായത് ഉപ്പിലിട്ടത്, പിന്നെ കുറച്ച് ജ്യൂസുകൾ, പിന്നെ കേക്ക് പേസ്ട്രീസ്, അങ്ങനത്തെ ഐറ്റംസ്, സ്വിസ് റോൾ, അങ്ങനെയൊക്കെ. പുറമേ നിന്നുള്ള ഫുഡ് അടി കുറച്ച് കൂടുതലായ കാരണം ഇപ്പം ഞങ്ങൾ എവിടേക്കെങ്കിലും പുറത്ത് പോകണമെങ്കിൽ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. എന്നാലും അവിടെ എത്തിയപ്പോൾ എനിക്ക് കേക്കൊക്കെ കണ്ടപ്പോൾ ഒരു കൊതി, ഒരു ഷുഗർ ക്രേവിങ്സ്. അപ്പം എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് ഏതാ വേണ്ടത് എന്നൊക്കെ റേറ്റൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സ്വിസ് റോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ സ്വിസ് റോൾ കണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും എനിക്ക് വിചാരിച്ച് ബസ് ഒരു സ്വിസ് റോൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, എനിക്ക് നമുക്ക് കഴിക്കാം. ഞങ്ങൾ ഷുഗർ കട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും ആ ഒരു കൊതി കാരണം എന്തായാലും വാങ്ങിച്ചു, ഇടയ്ക്കല്ലേ അങ്ങനെ. അപ്പോൾ അത് വാങ്ങിച്ച്, അപ്പോൾ ആ ഒരു കൊതി കൊണ്ട് വാങ്ങിച്ചതാണല്ലോ, അപ്പോൾ അതപ്പം തന്നെ കഴിക്കണമല്ലോ. മീൻസ് അപ്പം തന്നെ കഴിക്കണം, അല്ലെങ്കിൽ റൂമിൽ പോയി കഴിക്കുമ്പോഴത്തേനും അവർ ചിലപ്പോൾ ആ ഫീൽ പോയാലോ, മീൻസ് ടെൻഷനോ, അയ്യോ ഷുഗർ അല്ലേ, അങ്ങനെ അത് ആ ഫീലിൽ അപ്പം തന്നെ കഴിച്ചാൽ നല്ല രസമായിരിക്കില്ല. അങ്ങനെ ആ ഒരു ഓപ്പൺ ചെയ്ത് കഴിച്ചു. ആ ഒരു കൊതി കാരനാണോ എന്നറിയില്ല, ഫുൾ ചുണ്ടുമ്മലൊക്കെ അതിൻ്റെ ക്രീമൊക്കെ സ്പ്രെഡായി. പിന്നെ അതൊക്കെ തുടച്ച് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടാകുന്നൊക്കെ നോക്കി, ആരും കണ്ടില്ല എന്നാക്കിയപ്പോഴത്തേനും അങ്ങനെ സെറ്റ് ചെയ്ത് വെറുതെ വീണ്ടും കഴിച്ചു തുടങ്ങി. വസുവിനും കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാൻ വന്നു. പേസ്ട്രീൻ്റെ നമ്മൾ അപ്പം തന്നെ കൊടുത്തതിന് ശേഷം കഴിച്ചത്. പിന്നെ നമ്മൾ മാംഗോ വാങ്ങിച്ചിരുന്നു അല്ലേ, പിന്നെ വേറെ എന്തോ വാങ്ങിച്ചിരുന്നു, ഓർമ്മയിലിപ്പോൾ. എങ്ങനെയായാലും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫസ്റ്റ് കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു ബഹ്റിനിലത്തെ. എൻ്റെ കാർഡല്ല, ബസ്സിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് പേയ്മെൻ്റ് ആയിരുന്നു കാർഡ് പേയ്മെൻറ്റ്. അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അവർ നമുക്ക് കവറിലൊക്കെ ഇട്ട് തന്നിരുന്നു. ഇവിടുത്തെ പിന്നെ പറഞ്ഞാൽ ഫുൾ കവറിൽ, ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാലും 2 വാങ്ങിച്ചാലും, ഇപ്പോൾ 2 വെച്ചാൽ വേണമെങ്കിൽ അത് 2 കവറിലിട്ട് തരും. ഒരു മടിയില്ല കവർ തരാനായിട്ട്. നാട്ടിൽ പല കടകളിലും കവർ തരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് അവർക്ക് അത് കവറിലിട്ട് തരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് റൂമിലെത്തി. മാമ്പഴം എന്തായാലും വാങ്ങിച്ചതല്ല, കൊതിയായി. ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് നട്ട്സൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.